യാഗപരിസമാപ്തിയുടെ പിറ്റേ ദിവസം രാമലക്ഷ്മണന്മാർ പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ചതിനു ശേഷം വിശ്വാമിത്രന്റെ സമീപമെത്തി. വിശ്വാമിത്രൻ ആശ്രമത്തിന്റെ ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. മുനിയെ വണങ്ങി ശ്രീരാമൻ അറിയിച്ചു, അങ്ങയുടെ സേവകന്മാരായ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അങ്ങ് അറിയിച്ചാലും. ഉണ്ണികളെ, ഞങ്ങളെല്ലാവരും മിഥിലാപുരിയിൽ ഒരു മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അവിടെ മിഥിലാധിപനായ ജനകൻ അത്ഭുതകരമായ ശൈവജാപം വെച്ച് പൂജിക്കുകയാണ്. കാണേണ്ടതാണത്. വിശേഷിച്ചും വീരാഗ്രണികളായ നിങ്ങളെപ്പോലുള്ളവർ. അതിലാർക്കും ഞാനേക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളും ഞങ്ങളുടെ കൂടെ വരൂ. മിഥിലാധിപനും നിങ്ങളുടെ ദർശനം തീർച്ചയായും ആനന്ദപ്രദമായിരിക്കും, വിശ്വാമിത്രൻ പറഞ്ഞു. ശ്രീരാമൻ അനുജന്റെ മുഖത്ത് നോക്കി പുഞ്ചിരി പൊഴിച്ചു. സൗമിത്രിയും ജ്യേഷ്ഠന്റെ മുഖഭാവം അറിയാൻ സകൗതുകം നോക്കി.